കുടുംബ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മകന് ഞാൻ ഭക്ഷണം കൊടുത്തോണ്ട് രാവിലെ കാപ്പി കൊടുത്തുകൊണ്ട് റൂമിനകത്തല്ല, നെറ്റാണ് ഫ്രണ്ട്. അതിനകത്ത് ഞാൻ ഇരിക്കും. എന്റെ അമ്മായി അമ്മ അവിടെ ഫ്രണ്ടിന് മുറ്റത്തിരിപ്പുണ്ട്. ഇവിടുത്തെ ഒരു മനുഷ്യനാണെങ്കിൽ അപ്പുറത്തൂടെ വന്ന് അപ്പുറത്തെ പോർഷനിലൂടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഉള്ളിൽ എത്തി നോക്കി, ഇങ്ങനെ കുനിഞ്ഞെത്തി നോക്കിയപ്പോ ഈ വെട്ടിയിട്ടിരിക്കുന്ന മുടി ഇഞ്ഞു വന്നു. ഈ കട്ട് ചെയ്തിട്ടിരിക്കുന്ന മുടി ഇഞ്ഞ് ഫ്രണ്ടിൽ വന്നു. എന്നുവെച്ചാൽ നല്ല ഒരു ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാ. ഇനി മുടി ഇഞ്ഞു വന്നിട്ട് ചോദിച്ചു, ആഹാരം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല, പോവാൻ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു ഗൂർഖ വന്ന് പൈസ ചോദിച്ചു. ഞാൻ 5 രൂപ കൊടുത്ത് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ എന്റെ അമ്മയായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയത്. അതുകൊണ്ട് ഇനിയിപ്പോ ഈ മനുഷ്യനും കൂടെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തില്ല. അന്ന് അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേന്ന് ഈ റെയിൽവേ റോഡിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്. അത് എന്റെ ഭർത്താവിന്റെ സഹോദരി താമസിക്കുന്ന വീടാണ്. അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് കയറി ആ തേരി കയറി വരുന്ന സമയത്ത് ഇതേ മനുഷ്യൻ എന്നെ എതിർവിട്ട് വരിക. അപ്പോ ആ എതിർവിട്ട് വരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കി. കാരണം തലേ ദിവസവും ഞാൻ കണ്ടതാണ്. ഇതിനു മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുള്ള മനുഷ്യനല്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയപ്പോ ഭയങ്കര ഒരു പുഞ്ചിരിയോടുകൂടെ ഇറങ്ങി ഇങ്ങനെ വരിക. ഞാൻ നോക്കിയപ്പോ ഒരു നീല കണ്ണ് കാണാനായിട്ട് നീല കണ്ണ്, മുടി കറക്റ്റായിട്ട് ഇതുവരെ വെട്ടിയിട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. ഇളം നീല ആകാശ പാന്റ്, ആകാശ നീല ഷർട്ട്. ഇവിടെ ഉള്ളവരൊക്കെ ഇടുന്നത് ഷർട്ടല്ല, ഒരു പട്ട വെച്ച് ഞാൻ അടിച്ച് ഞൊറിയിട്ട ഷർട്ടാണ്. അപ്പൊ ആ സമയം കൊണ്ട് എന്റെ അടുക്കലെത്തിയപ്പോ കാലെല്ലാം കരി തൊട്ട് വെച്ചിരിക്കുക, മുഖത്തെല്ലാം ഇങ്ങനെ തൊട്ട് വെച്ച്. നല്ല വെളുത്ത മനുഷ്യൻ, നല്ല ഹൈറ്റുള്ള മനുഷ്യൻ. അപ്പൊ വെളുപ്പുമല്ല, ഒരു ചെറിയ റോസ് കളറും ഉണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. അപ്പൊ എന്റെ അടുക്ക് ഇപ്പൊ ഒരു മന്ദഹാസം പോലെ ഞാനിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച്, ഈ മനുഷ്യൻ എവിടെ കണ്ടിട്ടില്ലല്ലോ, ഇന്നലെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്റെ വലതുവശത്ത് ഇങ്ങനെ ആയി. ഞാൻ ഉടനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഈ മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ കാണാനേ കഴിഞ്ഞില്ല. കാരണം പിന്നീട് അങ്ങോട്ട് പോകാനായിട്ട് വഴിയില്ല, നിരന്നു കിടക്കുന്ന വഴിയാ. ഈ മനുഷ്യൻ എങ്ങോട്ട് പോയെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആരോ ഒന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഇത് യേശുവാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ, അയ്യോ ഇത് യേശുവാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ, കാരണം എന്റെ വേദനയും വിഷമം അത്രയും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് വന്നതായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നു. പിന്നെ കാണാനില്ല, പിന്നെ കണ്ടേയില്ല. പിന്നെ ഞാന് എവിടെ പോയാലും ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ദേശത്തുണ്ടോ എന്ന് ഞാൻ പരതുമായിരുന്നു. പക്ഷെ ഒരു കാലത്തും ഇങ്ങനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് അതെന്റെ ഹൃദയത്തിനകത്തുണ്ട്. പക്ഷെ ആ വിഷയവും ഞാൻ ആരോടെയും പറഞ്ഞില്ല. ഒറ്റ മനുഷ്യൻ, എന്റെ ഭർത്താവിനോടോ ഒരു മനുഷ്യരോടോ ഞാൻ ഇത് പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിനകത്ത് അന്ന് കണ്ട കാഴ്ചയും അന്ന് എനിക്ക് വന്ന അനുഭവം, യേശു ആണെന്നുള്ള ആ ചിന്ത വന്നതും എല്ലാം എന്റെ ഹൃദയത്തിനകത്തുണ്ട്.